ഇന്നലെ മുതൽ അനുമോള് വീണ്ടും ഒരു ഗെയിം തുടങ്ങിയിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ അത് ഗെയിം അല്ല, ഈ പറയുന്ന എല്ലാവരും ഒരു റീയൂണിയൻ ആണല്ലോ. അതിൽ ഒരു നല്ല കാര്യം കാണിക്കാൻ വേണ്ടിയിട്ടാണ്. എങ്കിലും ഇത് അവസാനം ചെന്നെത്തുന്നത് ഇന്നലെ തൊട്ട് തുടങ്ങിയതാണ്. ഇതിന്റെ ഒരു ക്ലൈമാക്സ് അനുമോൾ കിട്ടും നല്ലൊരു എട്ടിന്റെ പണിയാണെന്നാണ് ഞാൻ കരുതിയത്. പക്ഷെ എങ്കിലും ഏകദേശം വലിയ പ്രശ്നമില്ലാതെ മുന്നോട്ട് പോയി. എന്നാൽ ഇനിയെങ്കിലും അനുമോൾ അത് സ്റ്റോപ്പ് ചെയ്തില്ലെങ്കിൽ അനുമോൾക്ക് പണി കിട്ടാനുള്ള സാധ്യതയാണ്. എന്താണ് ലൈവിൽ നടന്ന ആ സംഭവം എന്നാണ് ഞാൻ പറയാം. അപ്പോൾ സീരിയൽ ഗ്രാൻഡ് നിങ്ങൾ ഫസ്റ്റ് ടൈം കാണുകയാണെങ്കിൽ ഉറപ്പായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം. അതായത് ഇന്നലെ തൊട്ടേ മസ്താനി വന്നപ്പോൾ അനുമോളെടുത്ത് അത്രയ്ക്ക് അങ്ങോട്ട് കൂട്ടുകൂടിയില്ലെങ്കിലും പിന്നാലെ നടന്ന അനുമോൾ തന്നെ മസ്താനി എടുത്ത് കൂട്ടുകൂടി. മസ്താനിക്ക് നല്ലൊരു കംഫർട്ട് സോൺ ആയിരുന്നു അനുമോൾക്കും അങ്ങനെ തന്നെ. വന്ന എല്ലാ വൈൽഡ് കാർഡ്സിനും അനുമോൾ ഒരു കുഴപ്പമില്ലാത്ത ആള് തന്നെയാണ്. കാരണം ഓൾറെഡി വൈൽഡ് കാർഡായിട്ട് വന്നപ്പോഴും അന്നത്തെ അനുമോളുടെ ഇമേജിനേക്കാൾ എന്തുകൊണ്ടും ഫാർ ബെറ്റർ ആയിട്ടാണ് ഇപ്പോൾ അനുമോൾ അവിടെ നിൽക്കുന്നത്. അങ്ങനെ മസ്താനിയുടെ വിഷയത്തില് മസ്താനിക്ക് അപ്പാനിയുമായിട്ടൊരു കോംപ്രമൈസ് ടോക്കിന് പോകണം. അപ്പോൾ അത് മസ്താനി വളരെ ഫണ്ണായിട്ടും സീരിയസ് ആയിട്ടും, കാരണം പുറത്തെ സീരിയസ്നെസ് മസ്താനിക്ക് അറിയാം. പക്ഷേ മസ്താനി എന്തുകൊണ്ടാണ് ശരിക്കും പറഞ്ഞാൽ ഈ അപ്പാനി കാരണമാണ്, അല്ലെങ്കിൽ അപ്പാനിയോട് മസ്താനി കാണിച്ചത് ഒരു വലിയ തെറ്റാണ് എന്ന് കരുതുന്നതെന്ന് എനിക്ക് അറിയത്തില്ല. സംഭവം മസ്താനിയെ നല്ലൊരു ചീത്ത വിളി ഇവിടെ അപ്പാനി നടത്തിയിട്ടുണ്ട്. അപ്പോ അപ്പാനി എവിക്റ്റ് ആയപ്പോൾ ഭയങ്കര സന്തോഷമുണ്ട് എന്ന് മസ്താനി പറഞ്ഞു. അങ്ങനെ പുലി കളിച്ച് അപ്പാനിയെ പറഞ്ഞു വിട്ടു. ഇത്രയുമാണ്. അപ്പാനി വിളിച്ച ആ ചീത്ത എന്തായാലും നമ്മളെ കേൾപ്പിച്ചിട്ടില്ല. കാരണം എന്ന് വെച്ചാൽ അത് കേൾപ്പിക്കാൻ ബിഗ് ബോസിന് കഴിയില്ല. പക്ഷെ വലിയൊരു ചീത്ത വിളിച്ചു എന്നുള്ളത് ഈ പറയുന്ന മസ്താനി അവിടെ എല്ലാവരുടെ പറഞ്ഞിട്ടുണ്ട്, ലാലേട്ടനോട് പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ സമ്മതിച്ചതാണ്, അപ്പാനിയും സമ്മതിച്ചതാണ്. അപ്പാനി അത് തിരുത്തി പറയുകയും അല്ലെങ്കിൽ സോറി പറയുകയും ഒക്കെ ചെയ്ത കാര്യമാണ്. പക്ഷെ എങ്കിലും ആ ഒരു സമയത്ത് തന്നെ, ആ ഒരു ദിവസം തന്നെയാണ്, ആ ഒരു വീക്ക് തന്നെയാണ് അപ്പാനി എവിക്റ്റ് ആയത്. അതുകൊണ്ടാണ് മസ്താനി ഡാൻസ് കളിച്ചത്. പക്ഷേ മസ്താനി പ്രീവിയസ്ലി അവിടെ ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ പൊട്ടത്തരങ്ങളും, അതുപോലെ ട്രിഗർ ചെയ്യാൻ വേണ്ടിയിട്ട് അനാവശ്യമായിട്ട് വീട്ടുകാരുടെ കാര്യങ്ങളൊക്കെ എടുത്തിട്ടു, കുടുംബക്കാരുടെ കാര്യങ്ങളൊക്കെ എടുത്തിട്ടു, അവിടെ പുറത്ത് നടന്ന കാര്യങ്ങളെല്ലാം പറഞ്ഞു. ഇതൊക്കെ കൊണ്ട് മസ്താനി ആകെ കൂടി നെഗറ്റീവായി. പക്ഷേ ഇപ്പം അപ്പാനിയോട് കോംപ്രമൈസ് ടോക്കിന് വേണ്ടി നിൽക്കുന്നത് മസ്താനിക്ക് അത്ര നല്ലതാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഏതായാലും അപ്പാനിയാണെങ്കിൽ പേടിച്ച് മസ്താനി എൻ്റെ അടുത്തോട്ട് വരാതിരുന്നാൽ മതിയായിരുന്നു അളിയാ. അതായത് എനിക്ക് അങ്ങോട്ടും പോകണ്ട ഇങ്ങോട്ടും പോകണ്ട, എനിക്ക് കുഴപ്പമൊന്നുമില്ല, എനിക്ക് ഒരു പ്രശ്നമില്ല, ഇങ്ങോട്ടും വരണ്ട അങ്ങോട്ടും പോകണ്ട, അതാണ് എനിക്ക് വേണ്ട, അയ്യോ എന്ന് പറഞ്ഞാണ് അപ്പാനിയുടെ ഒരു രീതി. അത് അക്ബറിനോട് അപ്പാനി ഓൾറെഡി പറഞ്ഞിരുന്നു.